ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 9. വാൽമീകീയ രാമായണം വിശ്വോത്തര സാഹിത്യകൃതിയാണ്. അതിൻ്റെ പ്രശസ്തി ശാശ്വതമായി നിലനിർത്തുന്നത് തേജസ്സും പ്രൗഢിയും ഉള്ള ആഞ്ജനേയനിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. തെറ്റുകൂടാതെ, അധർമ്മം പ്രവർത്തിക്കാതെ ആദ്യവസാനം കാണുന്ന കിഷ്കിന്ധാകാന്ഡം മുതൽ പട്ടാഭിഷേകം വരെ കാണുന്ന സമുജ്വലമായ കഥാപാത്രം. ഈശ്വരതുല്യം രാമനെപ്പോലെ വളർന്നു. ഓജസ്, തേജസ്, പ്രൗഢി എന്നീ വിശിഷ്ട ഗുണങ്ങളെല്ലാം രാമകാവ്യത്തിന് വർദ്ധിപ്പിക്കുന്ന കഥാപാത്രം. ഒരിക്കലും അധർമ്മം പ്രവർത്തിച്ചിട്ടില്ല. സർവകാര്യസമർത്ഥനാണ്, കർമ്മകുശലനാണ്, വിശ്വസ്തഭൃത്യനാണ്, ഉത്തമ സജീവൻ, മഹാഭക്തൻ, സമർത്ഥനായ ദൂതൻ, അജയ്യ യോദ്ധാവും എന്നിങ്ങനെ ഒട്ടേറെ വിശിഷ്ട ഗുണങ്ങളാണ് ആഞ്ജനേയന് ഉള്ളത്. 3 പിതാക്കൾ യഥാക്രമം ശിവ, വായു, കേസരി. അതായത് പ്രാജ്ഞൻ, തൈജസൻ, വിശ്വാത്മാ എന്നീ പ്രാണന്മാർ. 3 മാതാക്കൾ പാർവതി, സദാഗതി, അഞ്ജന. അർത്ഥാത് കാരണശരീരം, സൂക്ഷ്മശരീരം, സ്ഥൂലശരീരം. വിശിഷ്ട ഗുണങ്ങൾ പരാക്രമം, ഉത്സാഹം, ബുദ്ധി, ശക്തി, പ്രതാപം, സുശീലത, മധുരത, ന്യായ അന്യായ വിവേകം, ഗംഭീരത, ചതുരത, ധീരത, ബലപരാക്രമം എന്നിവ എടുത്തു പറയേണ്ടതാണ്. ആഞ്ജനേയൻ മഹേന്ദ്ര ശൈലത്തിൽ നിന്നും ത്രികൂട അചലത്തിലേക്ക് കുതിക്കുന്നു. കയ്യിൽ രാമാങ്കുലീയം, നാവിൽ രാമനാമം, ഹൃദയത്തിൽ രാമസ്വരൂപം. സുരസ, മൈനാകം, ഛായാഗ്രാഹിണി എന്നിവർ യാത്രയിൽ തടസ്സം സൃഷ്ടിച്ചു. അതിനെയെല്ലാം അമർത്തിക്കൊണ്ട്, പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ലങ്കയിലെത്തുന്നു. അനലവാലനായ അനിലതനയൻ ലങ്കയെ ദഹിപ്പിച്ചു. വിഭീഷണ ഭവനവും സീതാദേവി ഇരിക്കുന്ന ശിംശിവാവൃക്ഷഛായയും അഗ്നി സ്പർശിച്ചില്ല. അനുഗ്രഹം മൂലം, ശ്രീരാമൻ്റെ അനുഗ്രഹം മൂലം, സീതാദേവിയുടെ പ്രാർത്ഥന മൂലമാണ് അത് സംഭവിച്ചത്. രാമൻ്റെയും സീതയുടെയും ഉജ്ജ്വലമായ കീർത്തി, ധാവല്യം ഉത്തരോത്തരം വളർത്തിയ കഥാപാത്രം. സീത അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാകുന്നു. അഗ്നിദേവൻ സീതയെ യഥാർത്ഥ സീതയെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇങ്ങനെ
പ്രവചിച്ചു. മായാസീതയാണ് അഗ്നിക്കിരയായത്. യഥാർത്ഥ സീത പരിപാവനയാണ്, പരിശുദ്ധിയാണ്. മറ്റൊരു സീത ഭൂമിയിൽ ജനിച്ചിട്ടില്ല. സ്ത്രീയുടെ ഭാവവിശുദ്ധി, മാർഗദർശനം, തേജോഗോളം ഭാരതത്തിൻ്റെ മാതൃക, മഹിളാരത്നം, സ്ത്രീരത്നം. ലക്ഷ്മണനെ അനുഗ്രഹിച്ചു. സീതാദേവി ഇപ്രകാരം മൊഴിയുകയുണ്ടായി: ലക്ഷ്മണനെ പോലെയുള്ള അനുജന്മാരാണ് ജ്യേഷ്ഠൻ്റെ സമ്പത്തും ഐശ്വര്യവും. എന്നും ജ്യേഷ്ഠൻ്റെ സഹഗാമിയായി അയോധ്യയുടെ സമസ്ത വൈഭവങ്ങൾക്ക് നിദാനമായി വർത്തിക്കുക എന്ന് ജനക മഹാരാജാവും സീതാപിതാവ് സുനയനയും സീതാദേവിയെ അനുഗ്രഹിച്ചു. സീതയെ, നീ സ്ത്രീ സംശുദ്ധിക്ക് എന്നും സദാ പ്രകാശമാനമാകണം. രാമൻ്റെ ധർമ്മപത്നിയായി, രാമരാജ്യത്തിൻ്റെ കടാവിളക്കായി രാമഹൃദയത്തെ സദാ പ്രകാശിപ്പിക്കൊണ്ടിരിക്കുക. സീതാദേവി ഹനുമാനെ അനുഗ്രഹിക്കുന്നു. പുത്ര, സ്വസ്ത്യസ്തു തേ സുസ്ഥിരശക്തിയും ചിത്തശുദ്ധിയും സദൈവാസ്തു. ഹനുമച്ചരിതം, മുക്തികോപനിഷത്ത്, രാമായണം, മഹാഭാരതം, ശിവപുരാണം, വായുപുരാണം എന്നിങ്ങനെ പല വിശിഷ്ട പൗരാണിക ഗ്രന്ഥങ്ങളിൽ ചിതറിക്കിടക്കുകയാണ് ആഞ്ജനേയ ഇതിഹാസം. ഭക്തിയും ശക്തിയും ആത്മസമർപ്പണവും ഹനുമാൻജിയുടെ വിശിഷ്ട ഗുണങ്ങളാണ്. കായിക ബലവും ബുദ്ധിബലവും കൊണ്ട് ശനീശ്വരനെ മുട്ടുകുത്തിച്ചു. സ്വാമിഭക്തി കൊണ്ട് സ്വാമിതുല്യനായി ഭജിക്കപ്പെടുന്നു. നിത്യബ്രഹ്മചാരിയാണ്. വേദാന്തിയും പണ്ഡിതനും വീരനും ശക്തനും സംഗീതജ്ഞനും സേവകനും ധർമാചാര്യനും നിർഭയനും സത്യവാദിയുമാണ് ഹനുമാൻ. പ്രണവ മന്ത്ര വിജ്ഞാനിയാണ് ആഞ്ജനേയൻ. അണിമാതി അഷ്ടഗുണങ്ങളും സിദ്ധികളും ആഞ്ജനേയിൽ സദാ നിറഞ്ഞ് പരിശോഭിക്കുന്നു. സുന്ദരകാന്ഡം ചുരുക്കി ഇങ്ങനെ നമുക്ക് ദർശിക്കാൻ കഴിയും. തീവ്ര മുമുക്ഷുവായ ഒരു സാധകൻ ബ്രഹ്മവിദ്യയെ ദർശിക്കുന്നതാണ് സുന്ദരകാന്ഡത്തിലെ താത്വികമായ വശം. തീവ്ര വൈരാഗ്യം കൊണ്ട് സംസാരത്തിൽ നിന്ന് നിവൃത്തനായി സംസാരസാഗരത്തിൻ്റെ മറുകരയിലേക്ക് കടന്നു എത്തുന്നു. അതാണ് സമുദ്രലംഘനം. ദ്രഷ്ടാവും ഭോക്താവും ജ്ഞാതാവും എന്ന അഹംബുദ്ധി, ജീവൻ്റെ മോഹം. ജീവിത വിജയത്തിന് മനുഷ്യപ്രയത്നം മാത്രം പോരാ, ഈശ്വരാനുഗ്രഹവും വേണം. ഓരോരുത്തരിലും അനന്തമായ സാധ്യതകളുണ്ട്. അത് പ്രകാശിക്കണം, അത് സാർത്ഥകമാകണം, ശോഭനമാകണം. അതിന് ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും കൃപാകടാക്ഷം, കാരുണ്യം ഉണ്ടാകുക തന്നെ വേണം. കൈയുടെ അലങ്കാരം
കർമ്മമാണ്. അതിൻ്റെ പ്രതീകമാണ് മോതിരം. ഒരാളെ സാധകനോ സംസാരിയോ ഉത്തമനോ അധമനോ ആക്കുന്നത് അയാളുടെ മനസ്സാണ്. മന് ഏവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയോഹോ എന്നാണല്ലോ ഉപനിഷത്ത് വാക്യം തന്നെ. ചപലമായ മനസ്സിനെയാണ് വാനരത്വം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏകാഗ്രത കൊണ്ട് ആ മനസ്സിനെ ബ്രഹ്മവിദ്യാപ്രാപ്തിക്ക് സമർത്ഥമാക്കാൻ കഴിയും. അതാണ് ആഞ്ജനേയൻ ഹനുമാൻ നിർവഹിക്കുന്നത്. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ശുഭം ഭൂയാത് എന്ന് നമുക്ക് സദാ പ്രാർത്ഥിക്കണം, സ്മരിക്കണം. സീതാന്വേഷണം ഹനുമാനോട് ശ്രീരാമൻ പറയുന്നു, നഗരമതിലെത്തി നീ സീതയെ കാണണം, നളിനമെഴുതൻ വാർത്ത നന്നായി ഗ്രഹിക്കണം, ഉടനടി മടങ്ങിയിട്ടിങ്ങു വന്നെത്തണം, കടമയത് മാത്രമേ ചൊല്ലുന്നതുള്ളു ഞാൻ. ഏത് ഭാഷയിലാണ് താൻ സീതാദേവിയോട് സംഭാഷണം നടത്തേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സംസ്കൃതം എന്ന് നിർദ്ദേശിച്ചു. സംസ്കൃതം എന്ന പദം ആദ്യം കാണുന്നത് കേൾക്കുന്നത് ശ്രീരാമചന്ദ്രൻ്റെ ശ്രീമുഖത്തിൽ നിന്നും മുടിയുന്നതായിട്ടാണ്. ആഞ്ജനേയ ശ്രീരാമ പ്രഥമ സംഭാഷണം തെറ്റുകൂടാതെ രാമായണത്തിൽ കാണുന്ന സന്ദർഭം. ഒരു വ്യാകരണ ദോഷവും ഇല്ല. അത്യന്തം ശുദ്ധമായ ഭാഷ, ശ്രവണമധുരം, ഗാംഭീര്യം, അർത്ഥത്തിൻ്റെ സ്ഫുടത. പ്രസന്ന മുഖത്തോടുകൂടിയാണ് ആഞ്ജനേയൻ താൻ ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നും സംസാരിക്കുന്നത്. രാജഋഷി എന്ന സംബോധന ശ്രീരാമനെ നടത്തുന്നു. ആഞ്ജനേയൻ്റെ ഭാഷാ പടുത്വം അറിഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആ നിമിഷം തന്നെ ശ്രീരാമൻ ആഞ്ജനേയനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. രാമായണത്തിൽ 5 ദിവ്യ ഔഷധങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ബല, അതിബല, വിശപ്പും ക്ഷീണവും മാറ്റുന്നു. 2 വിശല്യകരണി, ശരീരത്തിൽ തറച്ച മുള്ളുകളെ പുറത്തേക്ക് എടുത്തു മാറ്റുന്നു, ഇല്ലാതാക്കുന്നു. 3 സന്ധാനകരണി, മുറിവ് ഉണക്കുന്നു, സുഖപ്പെടുത്തുന്നു. 4 സുവർണകരണി, ശരീരത്തിലുണ്ടാകുന്ന പാടുകൾ മായ്ച്ച് പ്രകൃതി സഹജമായിട്ടുള്ള നിറം, രൂപം കൊടുക്കുന്നു. 5 മൃതസഞ്ജീവിനി, ബോധക്ഷയത്തെ ഇല്ലാതാക്കുന്നു. വേദങ്ങളുടെ ദാർശനികവും കാവ്യാത്മകവുമായ പിന്തുടർച്ചയാണ് രാമായണാദി ഇതിഹാസ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മഭാവങ്ങളെ രാമായണത്തിൽ ചില പ്രസക്ത സന്ദർഭങ്ങളും വിഷയങ്ങളുമാണ് ഇന്നത്തെ ഈ സത്സംഗിൽ നമ്മൾ ചുരുക്കി
വിവരിച്ചത്. വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക, മനനം ചെയ്യുക. സ്വസ്തി. ശുഭം.